നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട് ഈ ചരടൊക്കെ ധാരാളമായിട്ട് ഇങ്ങനെ കയ്യിൽ കെട്ടിയിട്ട് നടക്കുന്നവർ. അത് പലതരത്തിലുള്ളത്, കറുപ്പും ചുവപ്പും മഞ്ഞയൊക്കെ ആയിട്ട് കഴുത്തിലും കെട്ടുന്നവരുണ്ട്. അതുപോലെ തന്നെ ഏലസുകൾ, ഒന്നിൽ കൂടുതൽ ഏലസുകളൊക്കെ ധരിച്ച് നടക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ അത് കാണുമ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നാറുണ്ട് കേട്ടോ. എന്നാലും ചിലരൊക്കെ അവരുടെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങൾ മാറാനൊക്കെ ആയിട്ടാണ് ഈ ചരട് ജപിച്ച് കെട്ടുന്നതും അതേപോലെ തന്നെ ഏലസൊക്കെ ധരിച്ച് നടക്കുന്നതും. യഥാർത്ഥത്തിലെ ഈ ചരട് കെട്ടുക അല്ലെങ്കിൽ ഏലസ് ധരിക്കുക, ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? ഒരു ഭക്ത ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. അനു നായർ എന്നാണ് പേര്. ഈ പൂജിച്ച ചരട് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ തലങ്ങളും ഒന്ന് നോക്കിയിട്ട് വരാം. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ചരട് ജപിച്ച് കെട്ടുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ഏലസ് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് അത് കൊണ്ടു നടക്കേണ്ടത്. അതായത് ചിട്ടയോടെ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങളാണ് ഈ ഏലസ് ആണെങ്കിലും ചരടാണെങ്കിലും. അതേപോലെ തന്നെ എത്രത്തോളം അതിൻ്റെ ഫലം നിലനിൽക്കും, എത്ര മാസം കഴിഞ്ഞാൽ നമ്മൾ അത് ഉപേക്ഷിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ശുദ്ധമൊക്കെ മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങളിൽ അത് ശുദ്ധീകരിക്കണം, ഏതൊക്കെ രീതിയിൽ അത് ശുദ്ധീകരിക്കണം, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ചരട് അതേപോലെ തന്നെ ഏലസ് ഇവയൊക്കെ ധരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഇന്നത്തെ പ്രധാന വിഷയം. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഗുരുവായൂരപ്പൻ എന്നല്ലേ ഒരു മുതിർന്ന കുട്ടിയുടെ ഭാവത്തിലാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്ക് എപ്പോഴും ഗുരുവായൂരപ്പനെ ഉണ്ണിയായിട്ട് കാണാനായിട്ടാണ് ആഗ്രഹം. കൂടുതൽ പേർക്കും അങ്ങനെയാണ് കേട്ടോ, ഉണ്ണിയായിരിക്കുന്ന ഭഗവാനായിട്ട്. പക്ഷെ ഭഗവാൻ ഇങ്ങനെ ഉണ്ണിയായിരുന്നിട്ട് കുറേ കുറുമ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ബോറടിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഭഗവാൻ തന്നെ ഒന്ന് മാറ്റിപ്പിടിക്കാം. കുട്ടികൾക്ക് ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും, മുതിർന്നവരാകാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വലുതാവണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുക. അപ്പം എൻ്റെ വീട്ടിൽ തന്നെ ശുക്രനിടയ്ക്ക് ചോദിക്കും, അമ്മ ഞാൻ എപ്പോഴാണ് വലുതാകാം, കുറേ ഭക്ഷണം കഴിക്കണോ വലുതാകാനായിട്ടെന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഓരോരുത്തരും, ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും മുതിർന്നവരുടെ വസ്ത്രമൊക്കെ ഇട്ട് നോക്കും. ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ അമ്മമാരുടെ സാരിയൊക്കെ എടുത്തിട്ട് ഉടുത്ത് നോക്കും. അമ്മമാരെ പോലെ ആകാനായിട്ട്, പെട്ടെന്ന് വലുതാകാനൊക്കെ ആയിട്ട് നല്ല ആഗ്രഹമാണ്. ഇതൊക്കെ ഇഷ്ടമാണ്. ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവർക്ക് അച്ഛന്മാരെ പോലെ അവരുടെ കുപ്പായും അവരുടെ മുണ്ടൊക്കെ എടുത്തിട്ട് അതിങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും. ആ മുണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വലിയ സന്തോഷമാണ്. പിന്നെ നമ്മുടെ ഭഗവാനും ഇടയ്ക്ക് നന്ദഗോപരുടെ പോലെ ആകാനായിട്ട് ഒരു ആഗ്രഹമൊക്കെ ഭഗവാന് തോന്നും. അപ്പോൾ ഇത് യശോദാമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലോ, യശോദാമ്മ അത് ഉടനടി സാധിച്ചു കൊടുക്കുകയും ചെയ്യും. കാരണം ഭഗവാൻ എന്താണോ പറഞ്ഞത് അതേപോലെയാണ് അവിടുത്തെ കാര്യങ്ങൾ. ഇപ്പോൾ യശോദാമ്മയാണെങ്കിലും നന്ദഗോപരാണെങ്കിലും പിന്നെ ഗോപികമാരാണെങ്കിലും ഗോപന്മാരാണെങ്കിലും ഭഗവാൻ എന്താണോ പറയണത് അതാണ് അവിടുത്തെ വേദവാക്യം. അപ്പോൾ ഭഗവാനെ വലിയൊരാളാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം അത് സാധിപ്പിച്ചു കൊടുക്കും. അതന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഭഗവാൻ വലിയൊരാളായിട്ട് നിൽക്കണമെന്ന് വലിയൊരു ആഗ്രഹമൊക്കെ തോന്നി. കാരണം ധാരാളം പേര് ഭഗവാനെ ഇങ്ങനെ കാണാനായിട്ട് വരില്ലേ. അപ്പം ഞാൻ വലിയൊരാളാണ് എന്ന് കാണിക്കുക, അങ്ങനെയുള്ള ഒരു ഭാവം കൂടെ ഭഗവാന്റെ മുഖത്തുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുണ്ടൊക്കെ ചുറ്റിയിട്ട് പിന്നെ ഒരു പട്ടക്കഴുത്തിൽ ചുറ്റിയിട്ട് കയ്യിൽ ഭഗവാൻ താമരപ്പൂവും പിടിച്ചിട്ടുണ്ട്, ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഭഗവാന് പ്രിയപ്പെട്ടതും കൂടിയിട്ടാണ്. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ഞാൻ വലിയൊരു ആളും കൂടെ ആണ് എന്ന് കാണിക്കുന്ന ആ ഒരു ഭാവം ഉണ്ടല്ലോ, അതിലായിരുന്നു ഇന്നലത്തെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശ്രീലകത്തേക്ക് ഉണ്ണിയായിട്ടുള്ള കണ്ണനെ നോക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാലേ നമുക്ക് കാണുന്നത് ഉണ്ണിയായിട്ടുള്ള ഭഗവാൻ തന്നെയാണ്. പക്ഷേ ആ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭാവം കുറച്ച് മാറിയിട്ടുണ്ട്, ഞാൻ വലിയ ആളാണ് കേട്ടോ എന്നുള്ള രീതിയിലാണ് ഭഗവാൻ നിൽക്കുന്നത്. അപ്പോൾ അതായിരുന്നു ഇന്നലത്തെ അലങ്കാരം കേട്ടോ. വലിയൊരാളെ പോലെ നിൽക്കുന്ന ഉണ്ണിയായിട്ടുള്ള നമ്മുടെ ഭഗവാന്റെ രൂപം എപ്പോഴും മനസ്സിൽ നന്നായിട്ട് ധ്യാനിക്കുക. അപ്പോൾ ഈ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് ചരട് ജപിച്ച് കിട്ടുന്നതിനെ കുറിച്ചും ഏലസ് ധരിക്കുന്നതിനെ കുറിച്ചും പറയാം കേട്ടോ. ഇത് രണ്ടും ചെയ്യുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ തരത്തിലുമുള്ള രക്ഷകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ശത്രുദോഷത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്, കണ്ണേറ് പോലെയുള്ള നാവേറ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ആരോഗ്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, ശരീരത്തിലെ അസുഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ പേടി,
അങ്ങനെയുള്ള അകാരണമായിട്ടുള്ള ഭയം ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും പ്രായമായവർക്കാണെങ്കിലും ഒക്കെ ഈ ചരട് ജപിച്ച് കെട്ടുക, അല്ലെങ്കിൽ ഏലസ് ധരിക്കുക, ഇതൊക്കെ ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏലസിൻ്റെ ചെറിയൊരു രൂപമാണ് ഈ ചരട് എന്ന് പറയുന്നത്. ഇത് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല കേട്ടോ. കൂടുതലായിട്ടും ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെയാണ് ചരട് ജപിച്ച് കെട്ടുന്നതും ഏലസ് ഉണ്ടാക്കിയിട്ട് ധരിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ ജ്യോത്സ്യന്മാരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെ മന്ത്രങ്ങളാണ് എഴുതിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടാണ് ഈ ചരടൊക്കെ നമുക്ക് തരുന്നത്. അപ്പോൾ അത് നമ്മൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കുകയും വേണം. ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഈ പറഞ്ഞ രണ്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ പുരുഷന്മാരെക്കാൾ വ്യത്യസ്തമായിട്ട് സ്ത്രീകൾക്ക് ഇത് അശുദ്ധി സംഭവിക്കുക, അതായത് ശുദ്ധം മാറിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുക. അതിൻ്റെ ഫലം പോയി, അതിൽ ചെയ്തിരിക്കുക എന്തിനു വേണ്ടിയിട്ടാണോ നമ്മളത് ധരിക്കുന്നത് അതിൻ്റെ ഫലം പോയി എന്നാണ് പറയുക. അപ്പോൾ ശുദ്ധം മാറാതെ നമ്മൾ ശ്രദ്ധിക്കണം. പുരുഷന്മാർക്ക് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഇപ്പോൾ പുല, വാലായ്മ അങ്ങനെയൊക്കെ വരുന്ന സമയത്തെ പുരുഷന്മാർ ധരിക്കുന്ന സമയത്ത് അതിന് ശുദ്ധം മാറാറുള്ളൂ. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല, എല്ലാ മാസവും ഉണ്ടായിരിക്കും. കൊച്ചുകുട്ടികളെ കാര്യമൊന്നല്ല കേട്ടോ പറയണത്. ചെറിയ കുട്ടികൾക്കാണെങ്കിലും നല്ല പ്രായമായിട്ടുള്ള സ്ത്രീകൾക്കാണെങ്കിലും അവർക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല, പുരുഷന്മാരുടെ പോലെ തന്നെയാണ്. പക്ഷെ ഇതിനിടയ്ക്കുള്ളവരുണ്ടല്ലോ അവർക്കൊക്കെയാണ് ശുദ്ധമാരം. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് കൊടുക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഏലസൊക്കെ ധരിക്കാനായിട്ട് കൊടുക്കുന്ന സമയത്ത് ആരാണോ കൊടുക്കുന്നത് അവർ പറയാറുണ്ട് ശുദ്ധം മാറിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ ശുദ്ധമായി കഴിഞ്ഞാൽ ഈ ഏലസ് പാലിലിട്ട് വെക്കണം എന്നുള്ളത്. ഒരു ദിവസമൊക്കെ പാലിലിട്ട് വെച്ചിട്ട് വേണം അത് കഴുകിയെടുക്കാൻ. പാലിൽ തന്നെ കഴുകിയിട്ട് പിന്നെ ഇത് നമ്മൾ ശുദ്ധവെള്ളത്തിൽ കഴുകിയിട്ട് വേണം പിന്നെയും അത് ഉപയോഗിക്കാനായിട്ട് എന്ന് പറയാറുണ്ട്. ഇനിയിപ്പോൾ ചരടൊക്കെ ആണെങ്കിലോ അങ്ങനെ ശുദ്ധം മാറിക്കഴിഞ്ഞു അത് ഉപേക്ഷിച്ചോളൂ, പുതിയതൊരെണ്ണം ജപിച്ചിട്ട് കേട്ടാം എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ശുദ്ധം മാറുന്ന ഒരു സാധനമാണ്. അപ്പോൾ ശുദ്ധം മാറിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സമ്പർക്കം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന അശുദ്ധികൾ കൊണ്ടൊക്കെ ശുദ്ധം മാറിക്കഴിഞ്ഞാൽ അത് ഒന്നുകിൽ അത് ചരടാണെങ്കിൽ ഉപേക്ഷിക്കുക, എന്നിട്ട് പുതിയത് വാങ്ങി കെട്ടുക. ഇപ്പോൾ ഏലസൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഏലസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ പിച്ചള കൊണ്ടോ അങ്ങനെയൊന്നും ആകില്ല ഉണ്ടാക്കുക. കൂടുതൽ പേരും അതായത് എന്താ പറയുക, എപ്പോഴും ഇത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടുമൊക്കെ ആയിട്ട് സ്വർണ്ണത്തിലെ അങ്ങനെ അല്ലെങ്കിൽ വെള്ളിയിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതെപ്പോഴും നമുക്കത് മാറ്റി മാറ്റി ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ അത് ശുദ്ധീകരിക്കുക തന്നെയാണ് നിവൃത്തിയുള്ളൂ. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് പാലിലൊക്കെ ഇട്ട് വെച്ചിട്ട് അത് ശുദ്ധീകരിക്കാനായിട്ട് പറയുന്നു കേട്ടോ. സ്ത്രീകളാണെങ്കിൽ അത് പീരീഡ്സ് ഒക്കെ ആവുന്ന സമയത്ത് അങ്ങനെ ആകുന്ന സ്ത്രീകളാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറയാറുണ്ട്. പുരുഷന്മാർക്ക് പൊതുവെ പറയാറില്ല. പക്ഷേ പുല, വാലായ്മ ഒക്കെ വരുന്ന സമയത്ത് അത് ശുദ്ധമായിട്ട് അതായത് എടുക്കണം. ആ ഒരു നമുക്ക് എന്നാണോ ഇതൊക്കെ അവസാനിക്കുന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത ദിവസം ഇത് ശുദ്ധമാക്കണം. അതിനാണ് ഈ പാലിലിട്ട് വെക്കണം എന്ന് പറയാറുള്ളത് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ചരട് കെട്ടിയിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ദേഹത്തിലെ നമ്മുടെ രക്ഷയ്ക്കായിട്ട് നമ്മൾ കെട്ടുന്നതാണ്. അപ്പം അതിനെ സംരക്ഷിക്കേണ്ടതും നമ്മൾ തന്നെയാണ്, ശുദ്ധമായിട്ട് കൊണ്ട് നടക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇത് ധരിച്ചിരിക്കുന്ന സമയത്ത് നോൺ വെജ് പോലും കഴിക്കരുതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആചാര്യന്മാരൊക്കെ അങ്ങനെയാണ് പറയാറുള്ളത് കേട്ടോ. പിന്നെ ഇത് ഓരോരുത്തരുടെ ശീലങ്ങളാണ്, ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്. പലർക്കും അതൊന്നും ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുകയൊന്നുമില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം എന്ന് മാത്രമേ പറയാറുള്ളൂ. എന്തായാലും നോൺ വെജ് ഒന്നും കഴിക്കരുത് എന്ന് പോലും പറയാറുണ്ട്. കാരണം അതിലെ മന്ത്രങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ജപിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ശുദ്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒന്നാണ് ചരടാണെങ്കിലും ഏലസാണെങ്കിലും. പിന്നെ ഇത് നമ്മൾ സാധാരണ ധരിക്കുക ഒന്നുകിലേ അതായത് ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് തന്നെ ധരിക്കണം എന്ന് പറയും. അരയ്ക്ക് താഴോട്ട് അരയിൽ തന്നെ കെട്ടരുതെന്ന് പറയാറുണ്ട് കേട്ടോ. നന്നേ ചെറിയ കുട്ടികളുണ്ടല്ലോ, ഒരു 3, 4, 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വരെ അരയിൽ കെട്ടിക്കൊടുക്കാം. അതിന് മുകളിൽ പ്രായമുള്ളവരെ അരയിൽ പോലും കെട്ടരുതെന്ന് പറയാറുണ്ട്. അത് സാധാരണ കഴുത്തിൽ, ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കഴുത്തിലെ ഇപ്പോൾ ചരടിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മാലയുടെ ലോക്കറ്റൊക്കെ ആയിട്ടോ ഏലസ് ധരിക്കുന്നത് കാണാറുണ്ട്. അങ്ങനെയാണ് ധരിക്കേണ്ടതും. അല്ലെങ്കിൽ പിന്നെ കയ്യിലൊക്കെ കെട്ടി കാണാറുണ്ട്. പിന്നെ പുരുഷന്മാരാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ ചിലർ കെട്ടി കാണാറുണ്ട്. അതായത് ആ ശുദ്ധം മാറാതിരിക്കാൻ ഏറ്റവും നല്ല സ്ഥലം എവിടെയാണോ അവിടെ കെട്ടുക. അതായത് നമ്മുടെ ശരീരത്തിൽ ഉയർന്നു നിൽക്കുന്ന ആ ഒരു സ്ഥാനങ്ങളിലാണ് അത് കെട്ടുക. അപ്പോൾ കാലിലൊന്നും കെട്ടില്ല. പിന്നെ ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ചിലർ കെട്ടുന്നവരുണ്ട് കേട്ടോ. അതൊന്നും ജപിച്ചതല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ശുദ്ധം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഭംഗിക്ക് കെട്ടുന്ന ചരട് പോലെ തന്നെയാണ്, അതിന് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ കെട്ടുന്ന സ്ഥാനങ്ങൾ ഇവയൊക്കെയാണ്. പിന്നെ ഇത് കെട്ടുന്ന സമയത്ത് ചരടാണെങ്കിലും ഏലസാണ് എന്തായാലും കെട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിനോട് അത് തട്ടിയിട്ടാണ് ഇരിക്കുക, സ്പർശിച്ചുകൊണ്ടാണ് ഇരിക്കുക. അങ്ങനെ ഇരിക്കണം എന്നാണ് പറയാം. അത് ഏലസാണെങ്കിലും. കാരണം അതിൻ്റെ ഫലം നമ്മുടെ ശരീരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്.
ഇപ്പോൾ നവരത്ന മോതിരമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ധരിക്കുമ്പോൾ പലരും ധരിച്ചിട്ടുണ്ടായിരിക്കും, അവർക്ക് അറിയുന്നുണ്ടായിരിക്കും. ആ കല്ലുകൾ നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുന്ന രീതിയിലാണ് അത് പണിയിക്കുക. ഇപ്പോൾ മോതിരമാണെങ്കിലും എന്താണോ, ഏത് ആഭരണത്തിലാണെങ്കിലും അത് നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കണം. അപ്പോൾ ഈ മോതിരത്തിന് മുകൾ ഭാഗം എടുത്ത് അടിഭാഗം നോക്കുകയാണെങ്കിൽ അത് കവർ ചെയ്തിട്ടുണ്ടാവില്ല, നമുക്ക് ആ കല്ലുകൾ കാണാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യൻ്റെ രശ്മികളുണ്ടല്ലോ, അത് ഈ കല്ലിലൂടെ പാസ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ടാണ് ആ അടിഭാഗം അത് അടയ്ക്കാത്തത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തോട് സ്പർശിച്ചിട്ട് വേണം ഈ കല്ലുകൾ വെക്കണം എന്ന് പറയാറുണ്ട്. ഇനിയിപ്പോൾ അത് ഭംഗിക്ക് വേണ്ടി ധരിക്കുന്നവർ അവിടെ കവർ ചെയ്യാറുണ്ട് കേട്ടോ. വെറുതെ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ. അല്ലാതെ വിധിയാവണ്ണം ധരിക്കുന്നവരാണെങ്കിൽ അത് ശരീരത്തിൽ സ്പർശിക്കുന്ന രീതിയിലായിരിക്കും ധരിക്കുക. അതേമാതിരി തന്നെയാണ് ഏലസ് ആണെങ്കിലും ചരടാണെങ്കിലും നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വേണം അത് കെട്ടാനായിട്ട് അല്ലെങ്കിൽ ധരിക്കാനായിട്ട്. പിന്നെ ഓരോ ഏലസ് ആണെങ്കിലും ഇപ്പോൾ ചരട് ഇപ്പോൾ അധികം എന്താ പറയുക, ഏലസിൻ്റെ ചെറിയൊരു രൂപമാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ പേടി മാറാനോ അങ്ങനെ എന്തെങ്കിലും, ഇപ്പോൾ കണ്ണീർ അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും ഈ ചരടൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അതിനേക്കാളും കുറച്ച് കൂടിയ ആഗ്രഹങ്ങൾ, ഇപ്പോൾ രോഗ അവസ്ഥയിലുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും ശത്രുദോഷങ്ങൾ, ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒന്ന് ശക്തിയേറിയിട്ടുള്ള ഒരു രൂപമാണ് ഏലസ് എന്നൊക്കെ പറയണത്. അപ്പോൾ അതൊക്കെ തരുന്ന സമയത്ത് തന്നെ അവർ പറയും ഏത് ദിവസമാണ് ധരിക്കേണ്ടത്, ഏത് സമയത്താണ് ധരിക്കേണ്ടത്, ധരിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം, എത്ര മാസക്കാലം അല്ലെങ്കിൽ എത്ര കാലയളവ് ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം, ഇതൊക്കെ അവിടുന്ന് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അത് എപ്രകാരമാണോ പറഞ്ഞു തരുന്നത് അപ്രകാരം തന്നെ അത് ചെയ്യുക. അതേപോലെ തന്നെ ഇങ്ങനെ അശുദ്ധമായി കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ അതിന് ചെയ്യണം എന്നും കൂടെ അവിടുന്ന് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അതേപോലെ അപ്പോഴൊക്കെയാണ് ഇവർ പറഞ്ഞു തരുക പാലിലൊക്കെ ഇട്ട് വെക്കേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേമാതിരിയൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഉപയോഗിക്കുക. ചിട്ടയോടുകൂടി ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ചിട്ടയോട് കൂടിയിട്ട് അത് ചെയ്യാം. ഇപ്പം ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ദോഷമാകുമോ എന്നുള്ളൊരു പേടി വേണ്ട. ദോഷമൊന്നും ഉണ്ടായിരിക്കില്ല. അശുദ്ധിയായി കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാകില്ല, അത്രയേ ഉള്ളൂ, അല്ലാതെ ദോഷമൊന്നുമില്ല. പിന്നെ ഈ അശുദ്ധി ആവുന്നത് കൊണ്ട് തന്നെ കൂടുതലും പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങനെ ഏലസൊന്നും അങ്ങനെ അധികമായിട്ട് ചരടാണെങ്കിലും അങ്ങനെ ധരിച്ച് കാണാറില്ല. ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ധരിക്കാറൊക്കെ ഉണ്ട്, അതല്ലാതെ അങ്ങനെ ധരിച്ച് കാണാറില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് ഏലസാണെങ്കിലും ചരടാണെങ്കിലും നമുക്കത് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളത് ധരിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിൽ അത് ധരിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞ കാലയളവിൽ, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് അത് ഊരി വെച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് എടുത്തിട്ട് ഇപ്പോൾ എങ്ങടെയൊക്കെ പോകുന്ന സമയത്ത് വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കഴുത്തിൽ ചരടൊക്കെ കെട്ടിയിട്ടുണ്ട്, അത് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് മാച്ചൊന്നും ആയിന്ന് വരില്ല. അങ്ങനെ മാച്ചൊക്കെ നോക്കുന്നവരുണ്ടായിരിക്കും. പെൺകുട്ടികൾ അങ്ങനെ ചിലപ്പോൾ അവർക്ക് കുട്ടികളൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ കേട്ടൊന്നും വരില്ല. അപ്പം അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് പറയുക. ഇടയ്ക്കിടയ്ക്ക് ഊരി വയ്ക്കുക, ഇടയ്ക്കിടയ്ക്ക് പിന്നെ അത് എടുത്തിടുക, അങ്ങനെ നമുക്ക് തോന്നുന്നത് പോലെ അത് ചെയ്യാനായിട്ട് പാടില്ല. അതിൻ്റെ ചിട്ടയോടുകൂടെ വേണം അത് ചെയ്യാനായിട്ട്, അത്രയേ ഉള്ളൂ. കാരണം നമുക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ ധരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലത് വരുത്തുന്ന, നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തി തരുന്ന, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി തരുന്ന, ആ ശത്രുദോഷങ്ങൾ അല്ലെങ്കിൽ പേടി മാറ്റി തരുന്ന അങ്ങനെയുള്ള ഒരു രക്ഷയാണ്. അപ്പോൾ ആ രക്ഷയെ നമ്മൾ നന്നായി തന്നെ സൂക്ഷിക്കേണ്ടതാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ആ ചിട്ടയോടുകൂടി കൊണ്ട് നടക്കുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഫലം എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. അല്ലാതെ പേടിക്കൊന്നും വേണ്ട, പേടിയോട് കൂടിയിട്ടൊന്നും അതിനെ സമീപിക്കേണ്ട കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പം അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അനുവിനാണെങ്കിലും ഇങ്ങനെയുള്ള സംശയങ്ങൾ മനസ്സിൽ ഉള്ളവർക്കാണെങ്കിലും അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഈ ചരട് കിട്ടുന്നതും അല്ലെങ്കിൽ ഏലസ് ജപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതിൻ്റെ ചുവടെ കമൻ്റായിട്ട് ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ മറുപടിയും കൂടെ ആയിട്ട് വരാം. ഇനി നമുക്ക് ഒരു കഥ പറയാം കേട്ടോ. നാരദർക്ക് ഹിരണ്യകശിപു പട്ടും വളയും കൊടുത്ത ഒരു കഥയാണ് പറയാനായിട്ട് പോകുന്നത്. ഹിരണ്യകശിപുവിനെ എല്ലാവർക്കും അറിയണ്ടായിരിക്കും. നരസിംഹത്തിന്റെ കഥ പറയുന്ന സമയത്ത് എല്ലാവർക്കും ഹിരണ്യകശിപുവിനെ അറിയാം. അത്രയും ദുഷ്ടനായിട്ടുള്ള, ദുഷ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കാനായിട്ട് പാടില്ല, ഭഗവാനുമായി ബന്ധപ്പെട്ട ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ആ ഒരു കാര്യത്തിൽ മാത്രമേ ദുഷ്ടതരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു രാജാവ് തന്നെയായിരുന്നു. അപ്പോൾ ഹിരണ്യകശിപു പട്ടും വളയും കൊടുത്തിരുന്നു ഒരിക്കൽ നാരദർക്ക്. ആ കഥയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കഥ പറയുന്ന സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിശുപാലവധമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ആ ഒരു സമയമാണ്. ഈ കഥ തന്നെയാണ് പരീക്ഷിത് മഹാരാജാവും ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുക. അതായത് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, ഭഗവാൻ എന്തെങ്കിലും പക്ഷഭേദം ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അത് ചോദിക്കാൻ കാരണം, ശിശുപാലൻ എന്ന് പറയുന്നത് ഭഗവാനെ സദാസമയം വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് സ്മരിക്കുന്ന ആളായിരുന്നു. ഭഗവാനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്നിട്ടും ഭഗവാൻ മോക്ഷം കൊടുക്കുകയാണ് ചെയ്തത്.
അപ്പോൾ യുധിഷ്ഠിരൊക്കെ ആണെങ്കിൽ ഭഗവാനെ പൂജിക്കുക ചെയ്തേ, പൂജിച്ചവർക്കൊന്നും മോക്ഷം ലഭിച്ചില്ല. പക്ഷേ ഭഗവാനെ വെറുത്തിരുന്ന, ഭഗവാനെ ഇഷ്ടമില്ലാതിരുന്ന ആൾക്ക് ഭഗവാൻ മോക്ഷം നൽകി. അപ്പം എന്തെങ്കിലും പക്ഷഭേദം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് ഈ കഥ പറയുക. ഇപ്പം നാരദ മഹർഷിയാണ് കേട്ടോ, പ്രഹ്ലാദ ചരിതമാണ് പറയണത്. അത് പറയുന്ന സമയത്ത് അർജുനനുണ്ട്, ഭീമേട്ടനുണ്ട്, നടുക്ക് നമ്മുടെ കൃഷ്ണനെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ നാരദർക്കാണെങ്കിലോ നല്ല സന്തോഷമുണ്ട്. ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഭഗവാനെ തന്നെ കഥ പറഞ്ഞു കൊടുക്കുക. അതായത് നരസിംഹത്തിന്റെ കഥയാണല്ലോ പ്രഹ്ലാദ ചരിത്രത്തിൽ പറയണത്. നരസിംഹത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു സന്തോഷം നാരദർക്കുണ്ട്. താൻ പറയുന്ന കഥയിൽ ആൾ തന്നെ മുന്നിലിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേക ഒരു ത്രില്ല് എന്നൊക്കെ പറയില്ലേ, അതുണ്ട് നാരദർക്ക്. ഭഗവാനുണ്ട്, കാരണം തന്നെ പറ്റിയിട്ടാണ് പറയണത്. അപ്പോൾ അർജുൻ്റെ അടുത്തും ഭീമേട്ടൻ്റെ അടുത്തും പറയുന്നുണ്ട്, എന്നെ നന്നായി മുറുക്കെ പിടിച്ചിരുന്നോളൂ കേട്ടോ എന്ന്. കാരണം എന്താണെന്നറിയോ, നാരദർ ഇങ്ങനെ നരസിംഹത്തിനെ കുറിച്ച് വർണ്ണിക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്നൊരു ആവേശത്തിൽ ഒന്ന് ഗർജിക്കാനോ ഒന്ന് ചാടാനോ ഒക്കെ തോന്നിക്കഴിഞ്ഞാലോ അപ്പം എന്നെ മുറുകെ പിടിച്ചിരുന്നോളൂ എന്ന് ഭഗവാനും പറയുന്നുണ്ട്. എന്നിട്ടാണ് നാരദരെ കഥ തുടങ്ങുന്നത്. പ്രഹ്ലാദ ചരിതമാണ് പറയുന്നത്. അപ്പോൾ നാരദർ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാരദർക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഹിരണ്യകശിപുവിൻ്റെ ആ ഒരു ഭരണ സമയമായിരുന്നു എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിരണ്യകശിപുവിൻ്റെ സമയത്ത് ഭഗവാനെ സ്മരിക്കാൻ പാടില്ല. സദാ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് നടക്കുന്ന നാരദരായിരുന്നു. അത് ജപിക്കാനായിട്ട് സാധിക്കണില്ല. എന്നിട്ടും കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാലം ഈ ഹിരണ്യകശിപുവിൻ്റെ കാലമായിരുന്നു എന്ന് പറയണത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ നാരദരെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു കഥയൊക്കെ പറയണത്. അതായത് ഹിരണ്യാക്ഷനെ വധിച്ചുല്ലോ ഭഗവാൻ, വരാഹമായി അവതരിച്ചിട്ട് ഹിരണ്യാക്ഷനെ വധിച്ചുല്ലോ. ആ ഹിരണ്യാക്ഷ വധം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആ ഹിരണ്യാക്ഷവധത്തിൻ്റെ കഥ ഒരു കഥാപ്രസംഗ രൂപത്തിലൊക്കെ ആയിട്ട് നാരദരങ്ങട മാറ്റി. എന്നിട്ടത് നാട് നീളെ പറഞ്ഞുകൊണ്ട് നിർക്കുക. കാരണം നാരായണൻ ജപിക്കാൻ പറ്റില്ല. അപ്പോൾ ഹിരണ്യാകശിപുവിൻ്റെ ആളുകൾ വരും, പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കഥാപ്രസംഗ രൂപത്തിൽ ആക്കിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ പേടിച്ച് വിറച്ച് നടക്കുന്ന ഒരു സമയമാണ്. സ്വർഗത്തിലെത്തിയിട്ട് ദേവേന്ദ്രനൊക്കെ എവിടേക്കോ ഓടിപ്പോയി. വരുണനൊക്കെ അതേപോലെ തന്നെ ആ കുടയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വിറച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത്. നാരദർ വരുന്ന സമയത്ത് അഗ്നി, വായു ഇവരൊക്കെയാണ് അവിടെ സേവകളൊക്കെ ചെയ്യുന്നത് പേടിച്ചിട്ട്. ചന്ദ്രനാണ് മദ്യമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നാരദരെ കണ്ടപ്പോൾ നിൽക്കവിടെ, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു ഹിരണ്യകശിപു. എന്നിട്ട് പറയണം, താങ്കളാണല്ലോ ഈ നാട് നീളെ എല്ലാ കാര്യങ്ങളും എന്നെ പരത്തിയിട്ട് നടക്കുന്നത്. നാട്ടിലുള്ള വിശേഷങ്ങളൊക്കെ അങ്ങേക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പം എന്താണ് ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് പറയൂ എന്ന് ഹിരണ്യകശിപു നാരദരുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നാരദർ പറയാണ്, നാട്ടിലിപ്പോൾ പഴയ പോലെയൊന്നുമല്ല. ആർക്കും നാമൊന്നും ജപിക്കാനായിട്ട് സാധിക്കണില്ല. ആരും നാമം ജപിക്കണില്ല. എല്ലാവരും ഒക്കെ പേടിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ പറയാണ്, അതെ അങ്ങയുടെ ആ ഹിരണ്യാക്ഷനെ വധിച്ചില്ലേ വരാഹമായി വന്നിട്ട്, അപ്പോൾ അതുകൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താന്ന് ചോദിച്ചപ്പോൾ നാരദർ ഇങ്ങനെ വർണ്ണിച്ചു കൊടുക്കുക. അതായത് ഭഗവാൻ വരാഹമായിട്ട് അവതരിച്ചൂലേ, എന്തൊരു വരവായിരുന്നു വരാഹത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ആ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഹിരണ്യകശിപു വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഹിരണ്യാക്ഷനെ പറ്റിയിട്ടും പറയുന്നുണ്ട്, വരാഹത്തെക്കുറിച്ചും പറയുന്നുണ്ട്. വരാഹത്തെയാണോ ഈ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നത് എന്നിങ്ങനെ സംശയം തോന്നിയപ്പോൾ അപ്പോൾ നാരദർ പറയുന്നുണ്ട്, അതായത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു വരാഹത്തിൻ്റെ ആ ഒരു വെള്ളത്തിലേക്കുള്ള ഒരു ചാട്ടം, അതിങ്ങനെ ഉളിയിട്ട് വന്നിട്ട് ആ തേട്ടയിൽ ഭൂമിയെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഹിരണ്യകശിപു നന്നായി ഒന്നിങ്ങനെ നോക്കുന്നുണ്ടെന്ന്. അപ്പോൾ വേഗം മാറ്റി. അതായത് മഹാവിഷ്ണു അങ്ങനെ ചതിച്ചിട്ടാണല്ലോ ഹിരണ്യാക്ഷനെ വധിച്ചത്. അത് നാട്ടുകാർക്ക് ആർക്കും അറിയില്ല. ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താലല്ലേ അത് അറിയുള്ളൂ. അപ്പം ഞാനതൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോഴാണ് അവർക്കൊക്കെ മനസ്സിലായത് എന്തൊരു കാര്യമല്ലേ മഹാവിഷ്ണു ചെയ്തത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹിരണ്യകശിപുവിന് മനസ്സിലായി, പറഞ്ഞു വരണത് മഹാവിഷ്ണുവിനെയാണ് മോശമായിട്ട് പറയുന്നത്, അല്ലാതെ ഹിരണ്യാക്ഷനെയല്ല എന്നുള്ളത്. അപ്പോൾ അവിടെ ഹിരണ്യാക്ഷനെ കുറിച്ച് നല്ലത് പറയുകയാണെന്നാണ് ഈ കഥാപ്രസംഗം കേട്ടപ്പോൾ ഹിരണ്യകശിപു മനസ്സിലാക്കിയത്. പക്ഷേ നാരദർ പറയുന്നത് മുഴുവനും, നാരദർ സ്മരിക്കുന്നത് മുഴുവനും, നാരദരെ പ്രകീർത്തിക്കുന്നത് മുഴുവനും വരാഹത്തെയായിരുന്നു. അപ്പോൾ കഥയൊക്കെ ഇവിടെ പറയുകയും ചെയ്യാം, ഹിരണ്യകശിപുവിൻ്റെ മുന്നിൽ ഹിരണ്യാക്ഷനെ പറ്റിയിട്ട് പറയുകയും ചെയ്തു. പക്ഷേ ഈ നാരായണ എന്ന് ജപിക്കരുത് എന്ന് പറഞ്ഞ അതേ ഹിരണ്യകശിപുവിൻ്റെ മുന്നിൽ വരാഹത്തെ സ്തുതിക്കാനായിട്ടും നാരദർക്ക് സാധിച്ചു. ഇതേപോലെ നമുക്കും ചെയ്യാമെന്നാണ് പറയണത്. എങ്ങനെയെങ്കിലും ഭഗവാനെ സ്തുതിച്ചാൽ മതി, എങ്ങനെയെങ്കിലും ഭഗവാനെ സ്മരിച്ചാൽ മതി. അതിൻ്റെ സമയവും സന്ദർഭവും ഒന്നും തന്നെ നോക്കണ്ട. അങ്ങനെ ആ ഒരു കഥാപ്രസംഗ രൂപത്തിലൊക്കെ അവതരിപ്പിച്ചപ്പോൾ
ഹിരണ്യകശിപു നാരദരെ വിളിച്ചിട്ട്, അപ്പോൾ നാരദരെ കൂടെ തുമ്പുരും കൂടി ഉണ്ടായിരുന്നു, തമ്പുരു പിടിക്കുന്ന ആള് വിറച്ച് വന്നിട്ട് കൂടെ ഉണ്ട്, രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പട്ടും വളയൊക്കെ നൽകി എന്നാണ് പറയണത്. എന്തിനു വേണ്ടിയിട്ട്? ഈ ഹിരണ്യാക്ഷവധം, ഹിരണ്യാക്ഷ മഹാവീര ചരിതം ഒരു കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചതുകൊണ്ട്. അങ്ങനെ നാരദർക്ക് സന്തോഷമായി, ഹിരണ്യകശിപുവിനും സന്തോഷമായി. രണ്ടുപേർക്കുണ്ടായ സന്തോഷം രണ്ട് തരത്തിലായിരുന്നു. ഒരാൾക്ക് പിന്നെയും ഭഗവാനോട് ദേഷ്യമാണെന്ന് തോന്നുന്നത്, ഒരാൾ പിന്നെയും ഭഗവാനെ സ്തുതിച്ചിട്ട് മനസ്സിലെ ആനന്ദം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കഥയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്, നമ്മൾ ഏതൊരു അപകടം പിടിച്ച അവസ്ഥയിലാണെങ്കിലും, നമുക്ക് അനുകൂലമല്ലാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ കൂടിയിട്ട് നമുക്ക് അവിടെ ഭഗവാനെ കുറിച്ച് സ്മരിക്കാനും ഭഗവാനെ പറ്റിയിട്ട് പറയാനും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനും ഒക്കെ സാധിക്കണം എന്നും കൂടെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വൈശാഖ മാസത്തിലെ നാമജപങ്ങളുടെ എണ്ണം ഇത് മുഴുവനായിട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 1,51,714 നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഈ കഴിഞ്ഞ വൈശാഖ മാസത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കേട്ടോ. എന്തായാലും നാമജപമൊക്കെ തുടർന്നുകൊണ്ട് പോയിക്കോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇന്നത്തെ അലങ്കാരങ്ങളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.